നമുക്കൊരു കുഞ്ഞു യാത്ര പോയാലോ? ഇടുക്കിയില് പണ്ട് ജീപ്പുകൾ മാത്രം പോയിക്കൊണ്ടിരുന്ന വഴി ഇന്നത് BMRC ലെവലിലേക്ക് മാറ്റി പണിതിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ നെടുങ്കണ്ടം എഴുകുമ്പേല് വെട്ടിക്കാൻ പറ്റും വഴിയും അതുപോലെ നെടുങ്കണ്ടം മഞ്ഞപ്പാറ മേലച്ചിന്നാർ വഴികളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ ബൈപ്പാസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ യാത്ര തുടങ്ങുന്നത് നമ്മൾ കൗന്തിയിൽ നിന്നാണ് കേട്ടോ. കൗന്തിയുടെ ഒരു കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കുറെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വഴി നമ്മൾ കയറുമ്പോൾ കുറച്ച് ചെറിയ വഴിയാണ്, അത്യാവശ്യം നല്ല ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഒരു വഴിക്കടെയാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അത് കയറി ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പൊ ഇന്നത്തെ ഈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞല്ലോ, ഇടുക്കിയിലെ ഏകദേശം ഒരു 85% നമുക്ക് ഏലച്ചെടികളുടെ കാഴ്ചകളാണ് ഇപ്പോൾ നിലവിൽ കാണാൻ പറ്റുന്നത്. അത്യാവശ്യം മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല രസത്തിൽ പച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കൊരു കവര വരും. നമ്മളെ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്ററുകൾ നമ്മൾ കയറി ആദ്യം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കവര കാണാൻ പറ്റും. നമ്മൾ വന്ന വഴി ഇതാണ് കേട്ടോ. അപ്പോൾ അതെ, ഇവിടെ നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ പോകേണ്ട വഴി ശരിക്കും തുടങ്ങണേ. ഈ വഴിയിൽ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, മേലെ ചിന്നാറ് മഞ്ഞപ്പാറ, അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെന്ന് കയറുന്ന സ്ഥലം എന്ന് പറയുന്നത് നെടുങ്കണ്ടത്ത് നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഇപ്പുറയുള്ള ഒരു സ്ഥലത്താണ് ഇത് ചെന്ന് ചാടുന്നത്. എന്നാണെങ്കിലും വളരെ അടിപൊളിയായിട്ടാണ് ഇവിടെ പണിത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, യുവസംഘം SHE എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശരിക്കും ഒരു ഗ്രാമീണ ലൈബ്രറി, നമുക്ക് ലൈബ്രറി അല്ല കേട്ടോ, പാർട്ടി ഓഫീസാണ്, സോറി. അപ്പോൾ ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഴുകുമലയിൽ കുരിശുമലയിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ കുരിശുമലയുടെ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ചേട്ടാ. അപ്പോൾ ഈ വഴിക്ക് നമുക്ക് കുരിശുമലയ്ക്ക് പോകാൻ എത്ര കിലോമീറ്റർ ഉണ്ട്? 2.5 കിലോമീറ്റർ. ഇത് എളുപ്പമാണോ? ഇത് ഇവിടെ നമുക്ക് മഞ്ഞപ്പാറ റൂട്ടിലേക്ക് കയറാനോ? മഞ്ഞപ്പാറ റൂട്ട് പോകണമെങ്കിൽ ഒരു 3 കിലോമീറ്റർ. നല്ല വഴിയല്ലേ? നല്ല വഴി അല്ലേ? ജെയിംസ് കൃഷിപ്പണിയാണോ? അതല്ലേ. അപ്പോൾ കൂട്ടുകാർ ഇതുണ്ടോ, ഗ്രാമ്പൂ ഒക്കെ മരത്തിൽ നിന്ന് പറിച്ചിട്ട് ഇങ്ങനെ ഉണക്കാനിട്ടേക്കണ കാഴ്ച ഉണ്ടോ? നമ്മുടെ സ്പൈസസിൻ്റെ കൂടെ, അതായത് നമ്മൾ മീറ്റ് ചിക്കനൊക്കെ വെക്കുന്ന സ്പൈസസിൻ്റെ കൂടെ ഏറ്റവും ചേർക്കുന്ന സാധനമാണ് ഗ്രാമ്പൂ കേട്ടോ. ഈ ഗ്രാമ്പു പറിച്ചെടുക്കുന്ന ഒരു 1.5 പണിയല്ലേ ഏട്ടാ? എങ്ങനെ ഇത് വലിയ മരത്തിൽ പറിക്കണം? ഏണി കെട്ടിയിട്ട് വലിച്ചു പിടിച്ചിട്ട് കയറ് ചെറിയ തോട്ടി വെച്ചാൽ ഒടിഞ്ഞു പോകും. വലിയ വില ഇല്ലല്ലോ. ഏലം ഉണ്ടോ? അയാലുണ്ട്. ശരി. ചേട്ടനെ കണ്ടു, വർത്തമാനമൊക്കെ പറഞ്ഞു, ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു, ചേട്ടനെ കൃഷിയെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട് നമ്മളിത് നേരെ നമ്മൾ പോകേണ്ട വഴിയിലേക്ക് അങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൂടെയൊക്കെ ഈ കാണുന്ന വഴിക്കൂടെയൊക്കെ ആളുകൾ താമസമുള്ള മേഖലയാണ്. ധാരാളം വീടുകളാണ് ഈ പോകുന്ന വഴിക്കുള്ളത് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടോ ഓസ് തന്നെ കേട്ടോ, ഏതോ ടാങ്കിൽ നിന്നോ കുളത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ഇട്ട് വരുന്നത് കേട്ടോ. ഏതാണ്ട് ഒരു 10-15 ഓസുകൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് യാത്ര ആരംഭിക്കാം അല്ലേ. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങളോട് പറഞ്ഞ പോലെ നമ്മുടെ ഗ്രാമീണ മേഖലയിലേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചയും അതിൻ്റെ ഭംഗിയൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല വീടുകളൊക്കെ കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ, ഈ പണ്ട് അതിർ വരുമ്പോൾ, അതായത് പറമ്പിൻ്റെ അതിർത്തി ശരിക്കും ചെമ്പരത്തിയൊക്കെ നട്ട് തിരിക്കണമായിരുന്നു. റോഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ 2 സൈഡും അതിർത്തി ചെമ്പരത്തിയും അതുപോലെ മറ്റ് വൃക്ഷങ്ങളൊക്കെ വെച്ച് തിരിച്ചിരിക്കുന്ന ഒരു കാഴ്ച കണ്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ കുത്തനെയുള്ള ഇറക്കമാണ് ഇനി ഇറങ്ങുന്നത് കേട്ടോ. ഈ വഴി ശരിക്കും പറഞ്ഞാൽ ഒരു മല കയറി ഇറങ്ങി അടുത്ത മല കയറി ഇറങ്ങി അങ്ങനെ പോകുന്ന വഴിയാണ്. അപകട വളവുകളുണ്ട്, സൂക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇറങ്ങിപ്പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് വഴിയാണ്, നല്ല ഇറക്കമുണ്ട് കേട്ടോ. ഹായ്, ചാനല യൂട്യൂബ് ചാനല. നമ്മളങ്ങനെ താഴേക്ക് ഇറങ്ങി പോകാം കേട്ടോ. എൻ്റെ പൊന്നെ, നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ കൊണ്ട് പോകുന്നുള്ളൂ കേട്ടോ. ഇവിടെ നമുക്കൊരു ചെറിയ ഗ്രാമീണ പള്ളി കാണാം. ഗ്രാമീണ പള്ളി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള പള്ളിയാണ് കേട്ടോ. അടിപൊളി. നമുക്കിവിടെ വണ്ടി ഒന്ന് നിർത്താം അല്ലേ. ഉണ്ണിമിശിക പള്ളി കുഴിക്കാനം, ഇടുക്കി രൂപത. നമുക്കിവിടെ നിർത്താം വണ്ടി. അപ്പോൾ അതെ, ഇതാണ് ആ പള്ളി കേട്ടോ, ഉണ്ണിമിശിക പള്ളി കുഴിക്കാനം. അതാണ് ഈ പള്ളിയുടെ പേര്. ഇങ്ങനെ ഒരു പള്ളിയൊക്കെ ഈ ഗ്രാമത്തിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയണേ കേട്ടോ. എന്താണെങ്കിലും മനോഹരമായ ഒരു ആംബിയൻസിലിരിക്കുന്ന പള്ളി. അതിനോട് നേരെ ഓപ്പോസിറ്റ് തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു കുരിശിൻ്റെ രൂപം നമുക്ക് കാണാൻ പറ്റും. ഇതിലൂടെ നമുക്കൊരു വഴിയുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, എന്നോ കുത്തിറക്കം ഇറങ്ങി പോകണേ. വീടിൻ്റെ മുറ്റത്തേക്കുള്ള വഴിയാണോ? നോക്കട്ടെ കേട്ടോ. നോ 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 ഇല്ല, വീടിൻ്റെ മുറ്റത്തേക്കല്ല. ആ വഴി ഇങ്ങനെ ഇറങ്ങി ഇതിൻ്റെ താഴേക്കടെ ഇതുണ്ടോ, ഇതിലൂടെ താഴേക്ക് ഇറങ്ങി ഓഫ് റോഡാട്ടോ. അവിടെ വരെ ഉള്ളൂ കോൺക്രീറ്റ്. ഇങ്ങനെ പോവുകയാണ്. നമുക്ക് പിന്നീട് ഒരു ദിവസം ഈ വഴി പിടിക്കണം.
നമ്മളിപ്പോൾ ഇറങ്ങി വന്ന ആ വഴിയുടെ ഇറക്കം നിങ്ങൾ കണ്ടോ, നല്ല ഇറക്കം കേട്ടോ, വണ്ടി ചവിട്ടിയിട്ട് പോലും നിൽക്കുന്നില്ലായിരുന്നു. അപ്പം നമുക്ക് ഈ പള്ളിയുടെ അടുത്തേക്ക് ഒന്ന് പോകാം. ഇവിടെ ബോർഡ് വെച്ചൊക്കെ കണ്ടോ, ഉണ്ണിമിശിഹ പള്ളി കുഴിക്കാനം. ഈ സ്ഥലത്തിൻ്റെ പേര് ശരിക്കും കുഴിക്കാനം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. വളരെ മനോഹരമായ ആംബിയൻസിലിരിക്കുന്ന ഒരു കൊച്ചു പള്ളി കേട്ടോ. നമ്മളിതുവഴി യാത്ര ചെയ്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായിട്ടുണ്ടാവും അല്ലേ, ഈ വഴി ഇത്ര മനോഹരമായിട്ട് പണിതിട്ടിരിക്കുന്നത്. BMRC ലെവലിലാണ് ഈ വഴിയൊക്കെ ഇങ്ങനെ ഡെവലപ്പായിട്ട് പണിതിട്ടിരിക്കുന്നത്. ഇടുക്കിയിലെ ഓരോ കുഗ്രാമങ്ങൾ പോലും ഇന്ന് ഇതുപോലെ അടിപൊളിയായിട്ട് പണിതിട്ടേക്കുവാണ്. ഇത് നമ്മുടെ ഉടുമ്പൻചോല നിയോജക മണ്ഡലമാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഏകദേശം നമുക്ക് നെടുങ്കണ്ടം മേലേച്ചിന്നാർ വഴിയും അതുപോലെ നെടുങ്കണ്ടം എഴുകുമ്പയിൽ വെട്ടിക്കാമറ്റം വഴിയുമായിട്ട് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബൈപ്പാസ് റൂട്ടിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് പോകണേ. ഇത് ശരിക്കും ഗ്രാമീണ വഴിയാണ് കേട്ടോ. പഴയ കാലത്ത് ജീപ്പൊക്കെ 4 വീലൊക്കെ ഇട്ട് കയറി പോയിക്കൊണ്ടിരുന്ന അത്ര മോശം വരുന്ന ഒരു വഴിക്കിടെയാണ് ഇപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്നത്. ഈ കാണുന്ന വഴിയുടെ ഇരു സൈഡിൽ കൂടെ ഇങ്ങനെ ധാരാളം റോഡുകൾ പോകുന്നുണ്ട് കേട്ടോ. ഈ റോഡുകളിലൊക്കെ ഓരോ പറമ്പുകളിലേക്കും അതുപോലെ ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന മേഖലകളിലേക്കും ഒക്കെയാണ് പോകുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. ഇവിടെ നമുക്ക് വളരെ മനോഹരമായ ആ ഒരു ആംബിയൻസിലിരിക്കുന്ന ഒരു കുഞ്ഞു വീട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ പോലെ നമ്മൾ മുമ്പ് കണ്ട പള്ളിയുടെ കുരിശ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, അപകട വളവുകൾ പതുക്കെ പോകുക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായാലോ എത്രമാത്രം അപകടം പിടിച്ചൊരു വഴി ആയിരിക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചോളുക. ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിയൊക്കെ ഫുള്ള് കുത്തനെ ഇറക്കമാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. നമുക്ക് വണ്ടി ഇവിടെ ഒന്ന് ഒതുക്കാം. ആ കാണുന്ന മേഖല കണ്ടോ, ഒരു ബിൽഡിങ് നിങ്ങൾ കണ്ടില്ലേ, അതാണ് ഇൻഡോർ സ്റ്റേഡിയം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയമാണ്. അന്ന് നമ്മൾ മഞ്ഞപ്പാറ ചിന്നാറൊക്കെ കൂടി അതിലൂടെയാണ് നെടുങ്കണ്ടം പോയത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഈ ഇവിടെയൊക്കെ എന്തൊരു ആംബിയൻസ് ആണെന്ന് നോക്കി, നല്ല അടിപൊളി വൈബിലുള്ളൊരു സ്ഥലം അല്ലേ. ആ ഓപ്പോസിറ്റ് കാണുന്ന മലയാണ് നമ്മുടെ എഴുകുമ്പയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും താഴേക്ക് വീണ്ടും യാത്ര ചെയ്ത് പോവുകയാണ്. ഇവിടെ കുറച്ച് ഫോറസ്റ്റിൻ്റെ ഒരു പ്രതീതി നിങ്ങൾക്ക് കിട്ടും. കാരണം വെച്ചാൽ ഫുള്ള് ഏലക്കാടാണ്, ഏലക്കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ പൊന്നെ, നിങ്ങൾ ഇങ്ങനെ ഇടുക്കിയിൽ ഇത്രയും ഡെവലപ്പായിട്ടുള്ള വഴികളുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള ഇടുക്കിയിലെ അവസ്ഥ. ഇതൊക്കെ പണ്ട് ഈ ജീപ്പൊക്കെ ഫ്രണ്ടിൽ ആളെ ഇരുത്തി മാത്രം കയറി പോയിക്കൊണ്ടിരുന്ന വഴിയാണ്. കാരണം എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ താമസിക്കുന്നുണ്ട്, പുള്ളി എന്നോട് പറഞ്ഞൊരു ചരിത്രമാണ്. ഇന്ന് ആ വഴിയൊക്കെ ശരിക്കും BMRC ലെവലിലേക്ക് ഇങ്ങോട്ട് മാറി ടാർ ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ ഉടുമ്പൻചോല മണ്ഡലമാണ് കേട്ടോ, നമ്മുടെ മണിയാശാൻ്റെ മണ്ഡലമാണ്. അതുങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഈ ഉടുമ്പൻചോല മണ്ഡലം മിക്കവാറും ഏത് വഴിയെടുത്താലും അടിപൊളിയായിട്ട് പണിതിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമുക്കിതേ മുന്നോട്ട് പോകാം അല്ലേ. ഉണ്ടോ ഇവിടെ ഒരു കുഞ്ഞു വീടുണ്ടേ, വീടാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് നമുക്കറിയത്തില്ല. അയ്യോ എൻ്റെ പൊന്നെ, മതിയായൊരു പട്ടി അവിടെയുണ്ട്. പട്ടി എന്നെ രൂക്ഷമായിട്ട് നോക്കിയിട്ടോ. നമ്മുടെ ഇടുക്കിയൊക്കെ നേരത്തെ എത്ര മനോഹരമായിരുന്നു അല്ലേ. ഇപ്പം വേസ്റ്റുകളൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അങ്ങോട്ട് തള്ളുകയാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹരിതകർമ്മ സേന എന്ന് പറയുന്ന വിഭാഗങ്ങൾ ശരിക്കും നമ്മുടെയൊക്കെ വീടുകളിൽ വന്ന് നമുക്ക് കളക്ഷൻ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കളക്ഷൻ ചെയ്യുമ്പോൾ ഒരു 50 രൂപ കൊടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തു വിടുവാണെങ്കിൽ ഇതൊക്കെ സേഫ്റ്റി ആയിട്ട് നിൽക്കും. നമ്മളിവിടെ നോക്കുമ്പോൾ ഫുള്ള് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് നമുക്ക് കാണുന്നത്. അവിടെ കുറച്ച് ഓസ്, ഇതൊക്കെ വീട്ടിൽ നിന്ന് ഉപയോഗമില്ലാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ പ്രകൃതിയിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് തള്ളുകയാണ് ആളുകൾ. ക്യാമറ അവിടെ ക്യാമറ വെച്ചാൽ ക്യാമറയുടെ ഡയറക്ഷൻ അപ്പുറത്തോട്ടാണെങ്കിൽ അതിന് ഇപ്പുറത്തോട്ട് ഇടും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. എന്താണെങ്കിലും നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ ആ പാലത്തിനവിടെ കുറേ നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തു കേട്ടോ. വേറൊന്നുമല്ല, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ആ മരത്തിൻ്റെ തണലൊക്കെ കിട്ടിയോട്ടെ അടിപൊളിയായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ അങ്ങനെ അടുത്ത മല കയറാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ മല കയറി എത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കുരിശുപാറയ്ക്ക് താഴ്ഭാഗത്താണ്, നെടുങ്കണ്ടം കുരിശുപാറയ്ക്ക് താഴ്ഭാഗത്താണ് കേട്ടോ. അപ്പം നമുക്ക് എന്താണെങ്കിലും യാത്ര തുടർന്ന് നമുക്ക് പോകാം അല്ലേ.
അങ്ങനെ ഫൈനലി നമ്മൾ മെയിൻ റോട്ടിലേക്ക് കയറി കേട്ടോ. അതായത് ചിന്നാർ നെടുങ്കണ്ടം റൂട്ടിലേക്ക് നമ്മളങ്ങനെ പ്രവേശിക്കാൻ പോവുകയാണ്. വളരെ തുച്ഛമായ കിലോമീറ്ററുകൾ മാത്രമാണ്. നമുക്ക് പോകുമ്പോൾ അത് എഴുകുമ്പോൾ കുരിശുമലയുടെ ഒരു കാഴ്ച നമുക്ക് വിദൂരത്തിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ കുഴിക്കാനം വിട്ട് നമ്മളിതേ മക്കളെ കുരിശുപാറയിലേക്ക് എത്തിയിരിക്കുകയാണ്. മക്കളെ കുരിശുപാറയിലേക്ക് നേരെ പോകുന്ന വഴി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിരിക്കുന്ന നെടുങ്കണ്ടത്തേക്കാണ്. ബാക്കിലേക്ക് നമ്മുടെ ചിന്നാറ്, മഞ്ഞപ്പാറ, കുരിശുപാറയൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ നമുക്കിവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ.